മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി അങ്ങേയറ്റത്തെ പപ്പുത്തരം തന്നെയാണ് നിരന്തരം വിളിച്ചു പറയുന്നത്. നമുക്കൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുത്ത് മുന്നോട്ട് വെക്കാം. ആദ്യം തന്നെ വലിയ പ്രഖ്യാപനം നടത്തിയത് നരേന്ദ്രമോദിക്ക് പിണറായി കീഴടങ്ങിയെന്ന വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെ പിണറായി നരേന്ദ്രമോദിക്ക് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കോൺഗ്രസ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്? ലോക്സഭാ ഇലക്ഷൻ വരുമ്പോ, മറ്റു സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഇലക്ഷൻ വരുമ്പോ ഈ CPIM-നെയും കൂട്ടിപ്പിടിച്ചല്ലേ ഈ രാഹുൽ ഗാന്ധി മത്സരത്തിന് രംഗത്തിറങ്ങുന്നത്. എന്നിട്ട് പോലും ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ വിളിച്ചു പറയാണ് മോദിക്ക് കീഴടങ്ങി എന്ന്. ആ പറയുന്നതിൽ കേരള ജനതയോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് ആദ്യം തന്നെ ഈ മോദിക്ക് കീഴടങ്ങിയ പിണറായി വിജയനെയും കൂട്ടരെയും ഒന്ന് പുറത്താക്കിയിട്ട് പോരെ. രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഉളുപ്പില്ലാത്തത് ഓരോന്ന് വിളിച്ചു പറയുന്നത്. ഇനി മറ്റൊന്ന്, ഇതേ ശൈലിയിൽ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നുണ്ട് കോൺഗ്രസ് BJP സഖ്യമെന്ന്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരോടും CPM-നോടും പറയാനുള്ളത് അത് തന്നെയാണ്. നിങ്ങൾ ഈ കോൺഗ്രസിന്റെ വാലും തൂക്കി പിടിച്ച് നടക്കൽ തുടങ്ങിയിട്ട് കുറച്ച് കാലായില്ലേ. മോദിയെ പൊട്ടിക്കാൻ എന്ന് പറഞ്ഞ് അന്തസ്സുണ്ടെങ്കിൽ ആ മുന്നണിയിൽ നിന്നും മാറി നിന്നിട്ട് നിങ്ങളും പറയാ കോൺഗ്രസും മോദിയും തമ്മിൽ ബന്ധാണ് എന്ന്. എന്തൊരു അവസ്ഥയാ! ഈ കേരളത്തില് മാത്രമാണ് കോൺഗ്രസ് ഇങ്ങനെ വന്ന് ജനങ്ങളെ വഞ്ചിക്കുന്നത്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അപ്പുറവും ഇപ്പുറവും നിന്ന് മത്സരിച്ച് തോന്നിയത് വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ഇവരൊക്കെ തന്നെ നേരെ ഡൽഹിയിലേക്ക് എത്തിയാൽ തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിച്ചാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ജനതയെ പറ്റിക്കാനല്ലേ ഈ രാഹുൽ ഗാന്ധി പോലും ഉളുപ്പില്ലാതെ പച്ചക്കള്ളം പറഞ്ഞു നിങ്ങൾ അപ്പുറം കൂടെയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസും CPM-ഉം ഒറ്റക്കെട്ടാണ്. അവർ ലോക്സഭയിൽ ഒരുമിച്ചാണ് മത്സരിക്കാറുള്ളത്. കേരളം വിട്ടു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവര് ഒറ്റക്കെട്ടാണ്. അതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് പപ്പുത്തരം വിളിച്ചു പറഞ്ഞത് മറ്റൊന്നുമല്ല. നിങ്ങൾ ഇതൊന്ന് കേട്ടു. ഞാനിവിടെ പരിഭാഷയാണ്, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷയാണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു. He is the first Prime Minister of India, modern India, who has given away our energy security. നമ്മുടെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയെ തീരെഴുതി കൊടുത്ത ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. ഇന്ത്യക്ക് ഇന്ന് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമോ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് പെട്രോളോ ഡീസലോ എണ്ണയോ ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് മധ്യേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിന്റെ ഫലമായി ഇവിടെ ഒരു സാമ്പത്തികമായ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ ആരിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നുള്ളത്. ഇന്ത്യക്ക് ഇറാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ എണ്ണ വാങ്ങിക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി നേടിയതിനു ശേഷം മാത്രമേ ഇന്ത്യക്ക് ഇന്നത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ കേട്ടില്ലേ? പച്ച കള്ളമാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്നത്. ഏത് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മതം വാങ്ങിയിട്ടാണ് എണ്ണ വാങ്ങുന്നത് എന്നൊക്കെയായി രാഹുല് വിളിച്ചു പറയുന്നത്. ഈ കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ ആഭ്യന്തരമന്ത്രി P. ചിദംബരം തന്നെ ലോകത്തോട് പ്രഖ്യാപിച്ചതാ, ഞങ്ങൾ അമേരിക്ക പറഞ്ഞതുപോലെ അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി ഞങ്ങളെ വന്ന് കണ്ടതുകൊണ്ടാണ് മുംബൈ ഭീകരാക്രമണത്തിൽ ഞങ്ങൾ പാകിസ്ഥാനെ തിരിച്ചടിക്കാത്തത് എന്ന് പറഞ്ഞത് ഏതെങ്കിലും BJP നേതാവല്ല. കോൺഗ്രസിന്റെ അന്നത്തെ ആഭ്യന്തരമന്ത്രി P. ചിദംബരം നമ്മുടെ നാഷണൽ മീഡിയാസിനോട് തുറന്ന് പറഞ്ഞിട്ടുള്ളതാ. രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഭരിക്കുമ്പോ അമേരിക്കയുടെ അടിമയായിട്ടാണ് മുന്നോട്ട് പോവാറുള്ളത്. അതേപോലെയാണ് രാജ്യം ഇപ്പോഴും പോകുന്നത് എന്ന് കരുതിയിട്ടാണ് ഈ മന്ദബുദ്ധിത്തരമൊക്കെ തന്നെ നിരന്തരം വിളിച്ചു പറയുന്നത്. ഈ രാഹുൽ ഗാന്ധി അവര് ഭരിക്കുന്ന സമയത്ത് എന്താണോ അതേപോലെയാണ് ഇന്ന് എന്നാണ് പപ്പു കരുതുന്നത്. ഈ പപ്പുത്തരം എന്നൊന്നും കേരളത്തിൽ നിന്നാണ് ആ വിളി കേൾപ്പിച്ചിട്ടുള്ളത്. വെറുതെ അല്ല, പപ്പുത്തരമാണ് ഈ വിളിച്ചു പറയുന്നത്, പപ്പുവാണ് എന്നൊക്കെ പറയാറുള്ളത്. ആ ജാതി മണ്ടത്തരല്ലേ വാ തുറന്നാൽ ഈ രാഹുൽ ഗാന്ധി പറയാറുള്ളൂ നമ്മുടെ രാജ്യം ഇറാനിൽ നിന്ന് ഇപ്പൊ എണ്ണ വാങ്ങാതിരിക്കുന്നുണ്ടോ? ഈ വാർത്ത നിങ്ങൾ കണ്ടില്ല? ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ള വാർത്തയാ. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടാ കൊടുക്കുന്നത്. ഇന്ത്യക്ക് നൽകിയ വാക്കു പാലിച്ച് ഇറാൻ 90,000 ടണ്ണിലധികം LPG നിറച്ച 2 കപ്പലുകൾ ഹോർമോസ് കടന്നു. ഇക്കഴിഞ്ഞ ദിവസത്തെ വാർത്തയാ. ഇറാനിൽ നിന്ന് എണ്ണ എത്തുന്നുണ്ട്. ഇറാൻ ഒന്നും നമ്മുടെ രാജ്യത്തോട് പിണങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോട് മുഖം തിരിച്ചിട്ടൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ രാജ്യത്തോട് പരമാവധി ചേർന്ന് തന്നെ തന്നെയാ ഇറാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്
നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവർ ഹോർമോസ് കടലെടുക്കുന്നൊക്കെ മാറിത്തരുന്നതും സുരക്ഷ ഉറപ്പുവരുത്തുന്നതും ആക്രമിക്കാതിരിക്കുന്നതും ഒക്കെ തന്നെ ഇന്ത്യക്ക് നേരെ തിരിയാൻ ഇറാൻ ഇല്ല. ഇന്ത്യ ഒപ്പം നിൽക്കണമെന്ന് തന്നെയാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കണോ, സൗദി അറേബ്യയിൽ നിന്നാണ് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യം നമ്മുടെ രാജ്യത്തേക്ക് ക്രൂഡ് ഓയിലുമായിട്ട് എണ്ണ എത്തിയിട്ടുള്ളത് ഈ പറഞ്ഞ ഇറാനിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നൊക്കെ തന്നെ ഈ സമയത്തും നമ്മുടെ രാജ്യത്തേക്ക് എണ്ണ എത്തുന്നുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? ഈ രാഹുൽ ഗാന്ധി ഇവിടെ പച്ചക്കള്ളമാണ് നിരന്തരം വിളിച്ചു പറയാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം ഓർക്കണം, ഈ യുദ്ധ സമയത്ത് പോലും നമ്മൾ ഇസ്രായേലുമായിട്ടും നല്ല ബന്ധമാണ്. ഇസ്രായേൽ നമ്മുടെ രാജ്യത്തെ അവഗണിച്ചു ഒരു രീതിയിലുള്ള നീക്കവും നടത്തൂല. അമേരിക്ക നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള എതിർ നീക്കവും നിലവിൽ നടത്തുന്നില്ല. ഇറാൻ നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു എതിർ നീക്കവും നടത്തുന്നില്ല. ഒരു ഗൾഫ് രാജ്യവും നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു എതിർ നീക്കവും നടത്തുന്നില്ല. ഇതല്ലേ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ മികവ് എന്ന് വിവേകമുള്ള ഈ രാജ്യത്തെ ഓരോ പൗരനും മനസ്സിലാക്കുന്നത്? ഇതിനല്ലേ ബോധമുള്ള ഓരോ ആളുകളും കൈയടിക്കേണ്ടത്? ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ രാഹുൽ ഗാന്ധി രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ ജിഹാദികളുടെ ആവശ്യപ്രകാരം ഇറാനൊപ്പം നിന്ന് നമ്മുടെ രാജ്യം തന്നെ കുട്ടിച്ചോറായി പോവായിരുന്നു. ഇറാനൊപ്പം യുദ്ധത്തിന് പോലും ചേർന്ന് നമ്മുടെ രാജ്യം തന്നെ കുട്ടിച്ചോറാകുമായിരുന്നു. ഇന്ന് പാകിസ്ഥാൻ എങ്ങനെ അണ്ണി വലിഞ്ഞു പോകുന്നോ അതേ രീതിയിൽ നമ്മുടെ രാജ്യത്തെയും രാഹുൽ ഗാന്ധി എത്തിക്കായിരുന്നു. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ ഓരോ ഭരണാധികാരികളെയും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഫോണിൽ ബന്ധപ്പെട്ട് ഇന്ത്യൻ സമൂഹത്തെ ചേർത്തു പിടിക്കുന്നതിന് നന്ദി പറയുന്നു, ഇറാന്റെ ആക്രമണങ്ങളെ അപലപിക്കുന്നു, ഇറാനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ എണ്ണക്കപ്പലുകൾ, നമ്മുടെ LPG, നമ്മുടെ ഗ്യാസ് കപ്പലുകൾ നമ്മുടെ രാജ്യത്തേക്ക് എത്താൻ ഇറാനോടും നയതന്ത്രപരമായിട്ട് വലിയ വിജയ നീക്കങ്ങൾ നമ്മുടെ ഭരണാധികാരികൾ നടത്തുന്നു. നമ്മൾ ഇസ്രായേലുമായിട്ട് ഒരുമിച്ച് പോകുന്നു, നമ്മൾ അമേരിക്കയുമായിട്ട് ഒരുമിച്ച് പോകുന്നു. നമ്മളാണെങ്കിൽ ഈ യുദ്ധത്തിൽ ഒരു തരത്തിലും ഇറങ്ങുന്നുമില്ല. ഇതൊക്കെയല്ലേ അത്ഭുതം എന്ന് പറയുന്നത്? അന്താരാഷ്ട്ര മാധ്യമങ്ങളില് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ നിലപാട് വലിയൊരു ചർച്ച വരുന്നത് ഓരോ ആളുകളും മനസ്സിലാക്കണോ. അന്താരാഷ്ട്ര തലത്തിൽ ചോദിക്കുക, ഇറാനൊപ്പം നിന്ന് അവരുടെ എണ്ണ പോലും രാജ്യത്തേക്ക് എത്തിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ എത്തിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ഇന്ത്യക്കെതിരെ തിരിയാത്തത്? അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ ചോദ്യമാണ്, ഇസ്രായേലിനൊപ്പമാണെന്ന് ഇന്ത്യ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച് ഇസ്രായേലി പ്രധാനമന്ത്രി ഇന്ത്യൻ വേഷമണിഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇത് ലോക അത്ഭുതത്തോടെയാ. ഇറാനൊപ്പം നിന്ന് ഇറാനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമില്ലാതെ ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ എത്തിക്കുമ്പോഴും ഇസ്രായേലുമായിട്ട് വലിയ ബന്ധം, ഇസ്രായേലിനൊപ്പം നിന്ന് വലിയ ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഇറാൻ എതിർക്കുന്നില്ല. അതേ ഭാഗത്ത് ഗൾഫ് രാജ്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിക്കൊപ്പം. ഇത് ലോകത്ത് അത്ഭുതത്തോടു കൂടിയ ചർച്ച ചെയ്യുന്നത്. അപ്പയാ രാഹുൽ ഗാന്ധി റഷ്യയിൽ നിന്ന് ഇറാനിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ തന്നെ നിലവിൽ എണ്ണയും LPGയും ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ യുദ്ധ പ്രതിസന്ധിയിലും എണ്ണയും ഗ്യാസും രാജ്യത്തേക്ക് എത്തുന്നു. ഇതിനൊക്കെ കൈയടിക്കുന്നതിന് പകരം ഫുള്ളും പച്ചക്കള്ളം, എന്തെങ്കിലും ഒരു ന്യായമുള്ള എന്തെങ്കിലും ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് ജനങ്ങൾക്ക് വേണ്ടി പറയണ്ടേ? ഓരോ സകലതും പച്ചക്കള്ളം, സകലതും വാ തുറന്ന പച്ചക്കള്ളം. സത്യം എന്ന് പറയുന്നതിന്റെ അടുത്തേക്ക് പോലും രാഹുൽ ഗാന്ധി എത്തുന്നില്ല. അർത്ഥത്തിൽ ഈ യുദ്ധ പ്രതിസന്ധി സമയത്ത് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടല്ല പ്രതിപക്ഷമൊക്കെ നിൽക്കേണ്ടത് രാജ്യത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി. ഇത് മോദി നടത്തുന്ന യുദ്ധമൊന്നുമല്ല, ഇത് ഇന്ത്യ നടത്തുന്ന യുദ്ധമൊന്നുമല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാവാതിരിക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷമൊക്കെ ഒരുമിച്ചാ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ പ്രതിപക്ഷം എല്ലാ സമയത്ത് പോലും പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം നടത്തിയ സമയത്തും പാകിസ്ഥാനൊപ്പം ഇന്നും നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയുക.